അള്ളാഹനെ മാത്രം ആരാധിക്കണം. ഖുൽ തആലൗ ഇലാ കലിമത്തിൻ, ഒരു വചനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും വരും. പടച്ചോനെ മാത്രം ആരാധിക്കുക എന്ന് നമ്മൾ പറയാം. അപ്പം എല്ലാവർക്കും യോജിക്കാൻ പറ്റൂലേ? അടിസ്ഥാനപരമായി കൽപ്പിക്കപ്പെട്ട മൂല്യങ്ങളും നിയമങ്ങളൊക്കെ ഒന്നാണ്. എന്താണ് സുഹൃത്തുക്കളെ ഈ മതത്തിൻ്റെ അടിസ്ഥാനപരമായ കാതൽ എന്താണ്? ഈ വ്യക്തമായ തെളിവിലൂടെ പഠിപ്പിക്കപ്പെട്ട ഈ മതത്തിൻ്റെ കാതൽ എന്താണ്? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുഅ്തുസ്സകാത്ത ദാലിക ദീനുൽ ഖയ്യിമ. ഒന്ന്, നിഷ്കളങ്കമായി ആത്മാർത്ഥമായി അള്ളാഹനെ മാത്രം ആരാധിക്കാം. ഇത് ലോകത്തെല്ലാവരും പറഞ്ഞ കാര്യമാണ്. തൗഹീദിൽ വ്യക്തതയില്ലാത്ത, ഏകദൈവ വിശ്വാസത്തിൽ വ്യക്തതയില്ലാത്ത, കണിശതയില്ലാത്ത ഒരാളും ശരിയിലല്ല ജീവിക്കണം. അയാളെ രൂപവും കോലും ആരാധനകളും ചിട്ടകളും ഒക്കെ കാണുമ്പോൾ ഉഷാറാണല്ലോ നമുക്ക് തോന്നും. പക്ഷെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള ശരിയായ തൗഹീദിൻ്റെ കാഴ്ചപ്പാടില്ലാത്ത ഒരാളും ശരിയിലല്ല. അള്ളാഹനെ ആരാധിച്ചാൽ പോരാ, അല്ലാത്ത ഒന്നിനെയും ആരാധിക്കാതിരിക്കണം. അതാണ് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായി അല്ലാഹ്. അതാണ് ഈ മതത്തിൻ്റെ അടിസ്ഥാന തത്വം. അതിൽ വീഴ്ച പറ്റുന്നവൻ മറ്റെന്തു ശരികൾ സ്വീകരിച്ചാലും അവൻ ശരിയിലോ സത്യത്തിലോ അല്ല. ഋജുമനസ്കനായിക്കൊണ്ട് നേർക്കുനേരെ. പിന്നെ വയുഖീമുസ്സലാത്ത വയുഅ്തുസ്സകാത്ത്, രണ്ട് കാര്യം അള്ളാഹ് എടുത്തു പറഞ്ഞോളൂ. നോമ്പുണ്ടല്ലോ, ഹജ്ജുണ്ടല്ലോ, രണ്ട് കാര്യം. ഏതാ? ഒന്ന് നിസ്കാരം, ഒന്ന് സക്കാത്ത്. ഇമാം നാസിർ സയ്യിദ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, നിസ്കാരവും സക്കാത്തും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനകളായതുകൊണ്ട് മാത്രമല്ല അള്ളാഹു അതിനെ എടുത്തു പറഞ്ഞത്. മൻ ഖാമ ബിഹിമാ ഖാമ ബിജമീഇ ശറാഇദ്ദീൻ. അത് ശരിക്ക് കൊണ്ടടക്കണം, ദീൻ മുഴുവൻ കൊണ്ടടക്കുന്നുണ്ടാവുന്നു. അത് രണ്ടും ശരിക്ക് നിർവഹിക്കുന്ന ആൾ, നിസ്കാരം വക്തിന് കൃത്യമായി ചെയ്യാൻ കണിശതുള്ള ഒരാൾ ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ടാവും. സക്കാത്ത് കൊടുക്കാൻ തൻ്റെ സമ്പത്ത് കണക്കാക്കിയിട്ട് അതിൻ്റെ ഒരു വിഹിതം മറ്റുള്ളവന് കൊടുക്കാൻ അവൻ്റെ മനസ്സ് വഴങ്ങുന്നുണ്ടെങ്കിൽ അവന് വഴങ്ങാത്ത ഒരു നന്മയും ഇസ്ലാമിലില്ല എന്നാണ്. അതുകൊണ്ടാണ് ആ രണ്ട് കാര്യവും പ്രത്യേകം എടുത്തു പറയാൻ. അത് രണ്ടും ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവും എന്നാണ്. എന്നാൽ സക്കാത്ത് നിസ്കരിക്കുന്ന പല ആൾക്കാരും സക്കാത്ത് കൊടുക്കണില്ല. നിസ്കരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്, പക്ഷെ അവർ സക്കാത്ത് കൊടുക്കണില്ല. അവർക്കിപ്പോഴും സക്കാത്തിൻ്റെ കണക്ക് മനസ്സിലായിട്ടില്ല. എന്താ കാര്യം? ആ മനസ്സ് അവർക്കില്ല. ആ മനസ്സ് അവർക്കില്ലെങ്കിൽ അവർ സക്കാത്ത് മാത്രമല്ല കൊടുക്കാത്തത്, അവർക്ക് ത്യാഗം വരുന്ന, പ്രയാസം വരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർ വിട്ടു നിൽക്കുന്നുണ്ടായിരിക്കുമെന്നാണ്. ഇങ്ങനെ ദീൻ കൊണ്ടുനടക്കുകയാണെങ്കിൽ ദാലിക ദീനുൽ ഖയ്യിമ, ദാലിക ദീനുൽ ഖയ്യിമ, അതാണ് വക്രതയില്ലാത്ത മതം. അതെന്താ സുഹൃത്തുക്കളെ വക്രതയില്ലാത്ത മതം? ആ മതം നേർക്കുനേരെ സ്വർഗത്തിലേക്ക് എത്തുന്ന മതമാണ്. ആ മതം നേർക്കുനേരെ അള്ളാഹുവിലേക്ക് എത്തുന്ന മതമാണ്. ശരിയായ ഏകദൈവ വിശ്വാസവും നമസ്കാരവും സക്കാത്തും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ നേരെ പോണത് അള്ളാഹിൻ്റെ അടുത്ത് കേൾക്കാറത് ഇഖ്ലാസായിരിക്കുന്ന